അപ്പോൾ നമ്മുടെ പുതിയ ബസ് ഇറങ്ങുന്ന കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ബാംഗ്ലൂർ പ്രകാശിലേക്ക് പോവുകയാണ് കേട്ടോ. ഞാനും അമ്മൂസും അഭിലാഷും രഞ്ജിത്തേനും കേട്ടോ പോകുന്നത്. പിന്നെ ഒരാൾ കൂടി ഉണ്ട്, നമ്മുടെ നൗഫൽക്ക. മൂപ്പർ അങ്ങോട്ട് എത്തും. അങ്ങനെ വണ്ടിക്ക് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് നമ്മളിതാ നേരെ നമ്മുടെ യാത്ര തുടങ്ങി. നമ്മൾ ഗൂഡല്ലൂർ ഗുണ്ടൽപേട്ട് അങ്ങനെയാട്ടോ പോകുന്നത്. അങ്ങനെ മുതുമല എത്തിയപ്പോൾ നമ്മളിതാ വണ്ടി സൈഡാക്കി ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയത് കേട്ടോ. ഇവിടെ നല്ല ചൂട് ബജ്ജിയും ചായയും കിട്ടും. കുറേ ആയിട്ട് ചായയുടെയൊക്കെ നിർത്തിയതാണ്. പക്ഷേ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഓരോ ചായ കിട്ടിയില്ലെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാനൊരു ഉഷാറുണ്ടാവില്ല. നമ്മൾ ഇതുവഴി ഒരുപാട് വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടുന്ന് കരടീനെ കാണുന്നത് കേട്ടോ. എന്തായാലും അങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങി. നമ്മളിന്ന് മൈസൂർ സ്റ്റേ അടിച്ചിട്ട് ബാംഗ്ലൂരിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു വണ്ടി മാറി മാറി ഓടിച്ച് നേരെ ബാംഗ്ലൂർ പിടിക്കാന്ന്. അങ്ങനെ പോകുന്ന വഴിക്ക് ഏതൊരു ഹള്ളി എത്തി. നമ്മൾ സത്യം പറഞ്ഞ സ്ഥലപ്പേരൊന്നും അറിയാത്തതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതിൻ്റെ ഇടയ്ക്ക് ഇവർ പറയുന്നുണ്ടായിരുന്നു കർണാടകയിലേക്ക് കണ്ട് കയറി കഴിഞ്ഞാൽ അക്ഷരങ്ങളൊക്കെ ജിലേബി ചുട്ട പോലെയാണ്. സത്യമാണ്, അങ്ങനെ തന്നെ, നമുക്കത് വായിക്കാൻ കിട്ടില്ല. ഏതായാലും ഏതോ ഒരു സ്ഥലത്തെത്തിയപ്പോൾ നല്ലൊരു ഹോട്ടൽ കണ്ടു. ഞങ്ങൾ അവിടെ കയറി അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മുടെ യാത്ര നമ്മൾ തുടങ്ങി. പോകുന്ന വഴിക്ക് വീണ്ടും ഞാൻ ഫുൾ ടാങ്ക് അടിച്ചു കേട്ടോ വണ്ടിക്ക്. ഏകദേശം 7000 രൂപേൻ്റെ പെട്രോളാണ് നമ്മൾ അടിച്ചത്. കാരണം എൻജി മൈലേജിൻ്റെ കാര്യത്തിൽ കുറച്ച് ബാക്കോട്ടാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ഇതാ അമ്മൂസ് ഫുഡ് കഴിച്ച് നല്ല ഉറക്കാട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ബാംഗ്ലൂർ എത്താനായി. അടിപൊളി റോഡാണ് കേട്ടോ. അതുകൊണ്ട് സമയം പോയതേ അറിഞ്ഞില്ല. സമയമല്ല, കിലോമീറ്റർ പോയതേ അറിഞ്ഞിട്ടില്ല. ഏതായാലും നമ്മളിതാ ബാംഗ്ലൂർ എത്തി. ഇനി നമ്മൾ നേരെ പോയി നല്ലൊരു റൂം എടുക്കണം. എന്തായാലും നമ്മൾ വിചാരിച്ച അത്ര ടൈം എടുത്തിട്ടില്ല, കാരണം ബ്ലോക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ടാട്ടോ, അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ എത്തൂല. എന്തായാലും നമ്മളിതാ നേരെ പോയിട്ട് റൂം എടുത്തു. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് നാളെ തൊട്ടുള്ള നമ്മുടെ പ്രകാശിലെ കാഴ്ചകളാണ്.